ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ചെറിയ ബർത്ത്ഡേ പരിപാടിക്ക് പോയാലോ? ഒന്നുമില്ല, ഐസാമിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പം അവൻ്റെ അബ്ബൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഒരു ചെറിയൊരു കോക്കോ മെലോൺ പാർട്ടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് വേഗം ഇറങ്ങാം. അങ്ങനെ പെട്ടെന്ന് റെഡിയായി നേരെ അവിടേക്ക് വിട്ട് അവിടെ എത്തിയപ്പോൾ നമ്മളെ ബർത്ത്ഡേ പോയി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ആൾ കണ്ടപ്പോൾ വേഗം ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായി എത്തണതിനെ കൊണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ വേഗം ഡെക്കറേഷനൊക്കെ നല്ല ചടപടയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഡെക്കറേഷനൊക്കെ ആയി കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും കൂടി വന്നപ്പോൾ ആളാകെ പേടിച്ച്. അപ്പം ഞാൻ പൊട്ടനാ. അങ്ങനെ ലാസ്റ്റ് കേക്കൊക്കെ മുറിച്ച് സെറ്റായി എല്ലാവരും കൂടി അങ്ങനെ കേക്ക് വായിലിട്ട് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വേഗം തീർത്ത്. പിന്നെ എല്ലാവരും പോയപ്പോൾ ആളാകെ ഉഷാറായി. ഫുള്ളും കളിയും ചിരിയും കേക്ക് കഴിക്കലും സ്വീറ്റ് കഴിക്കലും അങ്ങനത്തെ. അപ്പോഴാണ് ഓക്കെ ആയത്. ആൾ നല്ല ഇൻട്രോവേർട്ട് ആയതിനെ കൊണ്ട് എല്ലാവരും കൂടി വന്നപ്പോൾ ആകെ ഇടങ്ങേറായി. പിന്നെ ഗിഫ്റ്റ് കൊടുക്കൽ, ഇപ്പോൾ വാപ്പു എനിക്ക് സൈക്കിൾ കൊടുത്ത് അത് കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലായി. പിന്നെ വേറെ ഒന്നുമില്ല, അതിന്മേൽ ഒട്ടിച്ച് കളിക്കൊക്കെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഗിഫ്റ്റ് കൊടുക്കലും ഇതാക്കലൊക്കെ ആയപ്പോൾ പിന്നെ ഫുൾ ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങി ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇതാണ് ഞാൻ കൊടുത്ത സ്കൂട്ടർ. എനിക്ക് സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമാണല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി, ഇതെന്താ സംഭവം നടക്കണമെന്നൊന്നും മനസ്സിലാവാതിരിക്കുന്നു. പിന്നെ അതിന്മേൽ ഇറങ്ങാനുള്ള തത്രപ്പാടിലേനു അത് ഒട്ടിക്കാൻ വേണ്ടി. പിന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് മ്യൂസിക്കൊക്കെ ഇട്ടപ്പോൾ പിന്നെ ആൾ ഫുള്ള് ഷോക്കായിരിക്കുകയാണ്. അതൊക്കെ ഇട്ടപ്പോൾ പിന്നെ ആളെ കയ്യിൽ നിന്ന് പോയിട്ട് അതിന് ഇറങ്ങാനും കഴിയണില്ല. അങ്ങനെ വേഗം ഓടി വന്നിട്ട് വണ്ടിമേൽ കയറാൻ വേണ്ടിയിട്ട് ഓടി വന്ന് അങ്ങനെ ഫൈനലി ആൾ ഓട്ടിച്ച്. ഫസ്റ്റിലൊരു പിടുത്തം കിട്ടിയില്ലേനു. പിന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ഓട്ടിച്ച് അങ്ങനെ അതാ പോണ് നല്ല ഹാപ്പി ആയിട്ട്. അപ്പോൾ എനിക്കും സന്തോഷമായി, ഓർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും ഡബിൾ ഹാപ്പിയായി. പിന്നെ ഫുൾ അയിമലേനു ഐദീനും ഓനും കൂടി ഫുൾ ഓട്ടിച്ച് അങ്ങനെ ഫുള്ള് എനിക്ക് ഓട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് ഐദീനും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേനും. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ട് കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട്.